Good morning. Good morning, teacher. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. എല്ലാം കഴിഞ്ഞോ? ഇല്ല മിസ്സേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രയർ ചെയ്യാനുള്ളത്? മിസ്സേ പ്രയർ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ, കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർത്തൂകാൻ, വിജ്ഞാനമേകും നിറകതിർത്തൂകാൻ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കുമ്പിൽ നീട്ടി ചൊരിയൂക നാഥ നിൻ സ്നേഹധാര. ചൊരിയൂക നാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു മാം. Thought of the day. Opportunities don't come to you, create them yourself. Thank you, ma'am. ഓക്കെ, നിങ്ങൾ കുറച്ച് പേരുള്ള. യെസ് പ്ലീസ്. ഒരു സ്റ്റോറി. The cat seller and the monkeys. One day, the cat seller was making his way to a distant town. Midday, he was tired. He put his basket of caps down. Pulling out the bag of food, he ate his lunch. Since there was no hungry, he decided to rest for a bit. He settled down under a big leafy tree and was soon fast asleep. He did not know that he was chosen a spot under a tree in which there lived a group of monkeys. The monkeys saw the colorful caps in the basket and wanted to play with them. They crept down slowly one by one. Each grabbed a cap and rushed back up the tree. When the cat seller woke up, he was shocked to find that all his caps were stolen. He shouted, my caps, my caps, my caps have been stolen." His eyes got a moment high up in the tree. He saw the monkeys wearing all of his caps. He waved his hand about angrily. The monkeys imitated him. That gave the cat seller an idea. First he waved his hands. The monkeys imitated immediately. Then he jumped up and down. So did the monkeys. Then the cat seller took off his own cap and flung it on the ground. At once, the monkeys took off their caps and flung them down. Cat seller gathered up his caps, put them in his basket, and was off merrily on his way. Moral of the story: in a difficult situation, think calmly and ponder over the problem intelligently. Thank you. യെസ്, വെരി നൈസ്. ഓക്കെ ഫൈൻ. സോ എനിവേ നിങ്ങൾ കുറച്ച് പേരുള്ളെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ വിചാരിച്ചു സൈലന്റ് പ്രയറിലൊക്കെ അങ്ങ് പോകുമായിരിക്കുന്നത്. എനിവേ റെക്കോർഡ് ക്ലാസ് കാണുന്നവരും ആക്റ്റീവായിട്ട് വരട്ടെ. നമ്മള് ഇപ്പൊ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് അല്ലേ? അല്ലേ? ആണോ? യെസ് സർ, അത് തീർന്നു സർ. തീർന്നു. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ
ലെറ്റ് മീ ആസ്ക് യു, പാർട്ട് 2 വേറെ എന്തെങ്കിലും തീരാനുണ്ടോ? ഇല്ല മാം. എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റും തരണം. നിങ്ങൾക്ക് ടേം എക്സാമിനേഷന്റെ ടൈം ടേബിൾ വന്നോ? ഇല്ല മാം, വന്നിട്ടില്ല. ഇനി ടേം 1 എക്സാമിനേഷൻ നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോഴാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. കാരണം 16 ബാച്ചിന്റെ കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് 17 ബാച്ചിന്റെ ടേം എക്സാമിനേഷൻ ഈ ഒരു വീക്ക് കഴിഞ്ഞിട്ട് എപ്പോഴും വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നേരത്തെ അറിയിക്കും കേട്ടോ. ഞാൻ മോക്ക് ടെസ്റ്റ് കിട്ടാനുള്ളത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മാത്രമാണ്. ഇതുണ്ട് മാം, അപർണ മിസ്സിന്റെയും കൂടെ ബാക്കിയുണ്ട്. അല്ല, അപർണ മിസ് അശ്വതി മിസ് തരാനുണ്ട്. അപ്പം എക്സാമിന് ഇൻഡിവിജ്വൽ ഡിഫറൻസസും അശ്വതി മിസ് തന്നിട്ടില്ല. മിസ് തരും, പറഞ്ഞേക്കാൻ. ഓക്കെ, പ്രവീണ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോടാണ് പ്രവീണ, എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ പറയണയാണോ? അവിടെ പറയുന്നതാണ് തോന്നുന്നു മാം. അതെ, സോറി ഞാൻ കുട്ടിയായിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അത് ഷെയർ ചെയ്തിരുന്നോ? ഇല്ല മാം, മോക്ക് ടെസ്റ്റ് പോലെ ആയിരിക്കുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ടേം 1 എക്സാമിനേഷൻ, നമ്മുടെ കുട്ടികൾക്കൊക്കെ പീരിയോഡിക് ടെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആണ്, ഒരു മോഡൽ എക്സാം പോലെ. മെയിൻ എക്സാമിന്റെ പാറ്റേൺ അതുപോലെ ആയിരിക്കും. അതായത് ടേം 1 എക്സാമിനേഷനിൽ പാർട്ട് 1, പാർട്ട് 2, പിന്നെ അതുവരെയും എടുത്ത ഇംഗ്ലീഷ്, അങ്ങനെ ആകെ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലെ 40 ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 1നും പാർട്ട് 2നും ഉള്ളത്. 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് 2 മാർക്കാണ്, 2 മാർക്സ് ഈച്ച്. അപ്പോൾ 100 മാർക്സ് ആണ് ടോട്ടൽ. മാക്സിമം 100 മാർക്സ് ആണ്. 1 മണിക്കൂറായിരിക്കും എക്സാമിനേഷൻ. എക്സാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സാം ഹാൾ എന്ന് പറഞ്ഞു, നമുക്കെല്ലാം വിർച്വൽ ആണ് അല്ലെ. ഒരു വിർച്വൽ ഹാൾ ഉണ്ടാവും, എക്സാമിനേഷൻ ഹാൾ. അവിടെ ഇൻവിജിലേറ്റേഴ്സും ഉണ്ടായിരിക്കും. ഈ എക്സാമിനേഷൻ ഹാളിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ക്ലാസ് റൂമിൽ ജോയിൻ ആവാനായിട്ട് നമുക്കൊരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ഡിഫറെന്റ് ഗൂഗിൾ മീറ്റ് ലിങ്ക് ആയിരിക്കും. കാരണം പലരും ക്ലാസ് റൂമിന്റെ ലിങ്കിൽ കയറിയിരിക്കും. അതല്ല, എക്സാമിനേഷന് ഹോളിന് സെപ്പറേറ്റ് ലിങ്ക് ആണുള്ളത്. അപ്പൊ ലിങ്ക് ഓപ്പൺ, അപ്പൊ ആദ്യം ലിങ്ക് ആയിരിക്കും വരുന്നത്. ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോ എക്സാമിന്റെ ടൈം എപ്പോഴാണ്, അതിനൊരു 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പിലോ, മെയിൻ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ഈ ലിങ്ക് വരും. അത് ഓപ്പൺ ചെയ്ത് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്തിരിക്കണം. എക്സാം ആണല്ലോ. പിന്നെ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഓൺ ആക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ എക്സാമിന് മുമ്പ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇൻവിജിലേറ്റേഴ്സിനോട് പറഞ്ഞോളാം. കാരണം കുട്ടികളെ ഫീഡ് ചെയ്യുന്നവരുണ്ട്, പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അവർക്കപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ജെന്യുവിൻ റീസൺസ് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് എക്സ്ക്യൂസ് ചെയ്യും. ഇനി അപ്പൊ ഓൺ ചെയ്ത് ഇരിക്കുക, റെഡി ആയിട്ട് ഇരിക്കുക. നെറ്റ്വർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ എക്സാമിന്റെ ടൈം ആകാൻ ഒരു 2-3 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്കും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരും. അത് മോക്ക് ടെസ്റ്റിന്റെ പോലെ തന്നെ ഒരു ഗൂഗിൾ ഫോം ആണ്, അങ്ങനത്തെ ഒരു ലിങ്ക് തന്നെയാണ്. ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ അറിയാൻ പറ്റും. പക്ഷെ പിന്നെ എപ്പോ വേണമെങ്കിലും എടുത്ത് ചെയ്ത് നോക്കാം, നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാം. എക്സാമിനേഷന് അങ്ങനെയല്ല, നമ്മൾ സബ്മിറ്റ് ചെയ്താൽ അപ്പോൾ റിസൾട്ട് അറിയില്ല. അപ്പോൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുക, അതിൽ നിങ്ങളുടെ പേര്, നിങ്ങൾക്കൊരു റോൾ നമ്പർ പ്രൊവൈഡ് ചെയ്യും. എക്സാമിന് മുമ്പ് അതിന് മുമ്പിലത്തെ ദിവസം, അതിന് മുമ്പിലത്തെ ദിവസങ്ങളിലോ ആ ആഴ്ചകളിൽ എപ്പോഴെങ്കിലും ഒരു നിങ്ങളുടെ പേരിന്റെ കൂടെ ഒരു റോൾ നമ്പറും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ 12 അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു റോൾ നമ്പർ ആയിരിക്കും. ആ റോൾ നമ്പർ എൻ്റർ ചെയ്യണം, നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യണം, നമ്മുടെ പേരും എൻ്റർ ചെയ്യണം കറക്റ്റ് ആയിട്ട്. എന്നിട്ട് പിന്നെ 1, 2, 3 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കറക്റ്റ് ഓപ്ഷന്റെ നേരെ ക്ലിക്ക് ചെയ്ത് പോവുക. അങ്ങനെ താഴേക്ക് വരുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ടച്ച് കൊണ്ട് പ്രീവിയസ് ആൻസേഴ്സ് ഒക്കെ ചിലപ്പോ ഓഫായി പോവോ, അതൊക്കെ ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട, സമാധാനമായിട്ട് ചെയ്താൽ മതി. കാരണം 1 hour ഈസ് മോർ ദാൻ ഇനഫ്. 10-15 മിനിറ്റ്സ് കൊണ്ട് തന്നെ മിക്കവരും ചെയ്ത് തീരും.
പിന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ആ മൊമെന്റിൽ എനിക്കൊരു മെസ്സേജ് ഇടുവോ, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടായാലും മതി, ധൃതി പിടിച്ചതാക്കണമെന്നില്ല. പിന്നെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല, മിക്ക കോമൺ ആയിട്ട്, അങ്ങനെ എപ്പോഴും ഇല്ല, റയർ എന്ന് തന്നെ പറയാം, കാണുന്ന ഒരു ടെക്നിക്കൽ ഇഷ്യൂ. നമ്മൾക്ക് ആൻസറിന്റെ ഓപ്ഷൻ അറിയാം, പക്ഷെ അതിൽ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അതിൽ ആ ബബിള് പോലെ വരില്ല, ആ ഒരു മാർക്ക് വരില്ല, തെറ്റായിട്ടുള്ള ഓപ്ഷനിലേ വരണുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിക്കൊണ്ടേയിരിക്കണ്ട, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. എന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുമില്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇത്രാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഇതാണെന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ ഇൻഫർമേഷൻ അവിടെ സ്കോർ റെഡിയാക്കുന്ന ഇൻവിജിലേറ്റേഴ്സിനെ അറിയിക്കും. അവര് സ്കോർ ആകുമ്പോൾ ഈ മാർക്കും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരും, ആൻസർ കറക്റ്റ് ആണെങ്കിൽ. ക്ലിയർ ആയോ മിസ്സിന്റെ? ഓക്കെ, ക്ലിയർ ആയി മിസ്. അപ്പൊ മിസ്സിന്റെ വാട്സപ്പിലെ നമ്പറിലേക്കാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ്, എക്സാം റിലേറ്റഡ് എന്തൊക്കെ കൺഫ്യൂഷൻസ് വന്നാലും എന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം നിങ്ങളുടെ എക്സാം ടൈമിൽ ഞാൻ അലേർട്ട് ആയിരിക്കും. ഞാൻ ഓർഡർ കിട്ടില്ലാന്നേ ഉള്ളൂ. നമ്പർ മിസ്? നമ്പർ അറിയില്ല, നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഞാൻ എന്റെ നമ്പർ? മിസ് എന്റെ അടുത്തില്ല. അതെയോ? ഇല്ല മാം, തന്നിട്ടില്ല. തന്നിട്ടില്ല? ഇല്ല മാം. ശരി. ഞാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിലുണ്ട്, എടുത്തോളൂ. എനിക്ക് ഒരു നമ്പറേ ഉള്ളൂ, കോളും വാട്സാപ്പും ഇല്ലാതെ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗൂഗിൾ മീറ്റ് ലിങ്ക് വരും ആദ്യം, അത് ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കുക. പിന്നെ എക്സാം ആണ്, അപ്പൊ അതിനു മുമ്പ് നേരത്തെ തന്നെ വീട്ടിലെല്ലാവരോടൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കി വെക്കുക. ചിലപ്പോൾ ഫോണിൽ നിന്നായിരിക്കും, നമുക്ക് ഒരു ഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോണിൽ നിന്നായിരിക്കും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റും അതിൽ ചെയ്യാം. ഈ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് അതും ആൻസർ ചെയ്യാം. നമുക്കറിയാലോ, നമ്മൾ ഗൂഗിൾ മീറ്റ് നമ്മുടെ ഫോണിൽ നിന്ന് ചെയ്യുമ്പോൾ, നമ്മൾ വേറെ എന്തെങ്കിലും ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫോണിൽ റൈറ്റ് സൈഡ് ബോട്ടം കോർണറിൽ പോയിട്ട് ഈ ഗൂഗിൾ മീറ്റ് മിനിമൈസ് ചെയ്ത് കിടക്കുമല്ലോ. അതുകൊണ്ട് അതിനെ കുറിച്ച് ഓർക്ക് ബോധർ ചെയ്യണ്ട, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് എക്സാം അങ്ങ് അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ചില സമയത്ത് റേഞ്ച് ഇഷ്യൂ വരുമ്പോൾ നമുക്ക് വീഡിയോ ചിലപ്പോൾ കാണാതെ പോകും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ടെക്നിക്കലി അതൊക്കെ അറിയാം ഇൻവിജിലേറ്റേഴ്സിന്. അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് ബോധർ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എക്സാം ഒരു മോഡൽ എക്സാം പോലെയാണ്, എഴുതാതിരിക്കരുത്. കാരണം നമുക്ക് ടേം 1ഉം പാർട്ട് 3യും പാർട്ട് 4ഉം കഴിയുമ്പോൾ ടേം 2 എക്സാമിനേഷൻ ഉണ്ട്. ഈ ടേം 1ഉം ടേം 2ഉം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മോഡൽ മനസ്സിലാകും, മെയിൻ എക്സാമിന്റെ പാറ്റേൺ, പിന്നെ ടൈം മാനേജ്മെന്റ് നമുക്ക് മനസ്സിലാകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നതൊക്കെ നമ്മൾ അവെയർ ആകും. അപ്പൊ മെയിൻ എക്സാം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വൈസ് ആണ്, ഇതുപോലെയല്ല, ഓരോ സബ്ജക്റ്റും ഓരോ ദിവസമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 7 സബ്ജക്റ്റ് ആണ് ഡിപ്ലോമയ്ക്കും പി ജിക്കും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ 7 ദിവസമായിട്ട് ആ എക്സാം വരും. പി ജിക്കാർക്ക് പിന്നെ 2 എക്സാം എക്സ്ട്രാ പിന്നീടായിരിക്കും പി ജിയുടെ പോർഷൻസ് തീരുമ്പോൾ. അപ്പോൾ അത് ഓരോ ദിവസമാണ്. ഈ 2 ടേം 1ഉം ടേം 2 എഴുതി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും, ക്വസ്റ്റ്യന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാകും, നമുക്ക് ഇങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിടികിട്ടും. ഓക്കെ, പിന്നെ മാം എക്സ്ക്യൂസ് മീ, 1 ഡേ മാത്രമേ ഉള്ളൂ മാം ഈ എക്സാം? ടേം 1 എന്ന് പറയുന്നത് 1 ഡേ ആയിരിക്കും. മെയിൻ എക്സാമിനേഷൻസ് ഓരോ സബ്ജക്ട് ഓരോ ദിവസമായിരിക്കും. പിന്നെ മെയിൻ എക്സാമിനേഷൻ മോസ്റ്റ് പ്രോബബ്ലി ഈവനിങ് ടൈമിലായിരിക്കും, 7 or 7:30 ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അങ്ങനെ ഈവനിങ് ടൈം വെച്ചിരിക്കുന്നത്. പക്ഷെ ടേം 1 എക്സാമിനേഷൻസ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, അത് കൺവീനിയന്റ് ടൈം, ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ളവരുടെ കൺവീനിയന്റ് ടൈം അനുസരിച്ച് ആയിരിക്കും വയ്ക്കുന്നത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത ഒരു സമയമാണെങ്കിൽ മാക്സിമം ഒന്ന് ബാക്കി കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് എക്സാം ടൈമിൽ കയറാനായിട്ട് പറ്റുമെങ്കിൽ കയറുക, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, അതിനെക്കുറിച്ചൊക്കെ ബോധർ ചെയ്യണ്ട. പിന്നീട് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് അവിടെ കിടക്കുന്നുണ്ടാവുമല്ലോ, പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. മാക്സിമം ഓൺലൈനായിട്ട് തന്നെ കയറാൻ പറ്റുന്നവർ കയറുക. മിസ്, ഈ മോക്ക് ടെസ്റ്റ് പോലെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുള്ള ആ ഒരു രീതിയിലല്ലേ അത് തന്നെയാ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? ഇല്ല, മോക്ക് ടെസ്റ്റിന്റെ അതേ പാറ്റേൺ ആയിരിക്കും. കഴിഞ്ഞു, പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞു. സോ നമുക്ക് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തന്നു. ഒരു റെക്കോർഡിന്റെയും കൂടെ ഡീറ്റെയിൽസ് തരാനുണ്ട് മാം. അതേതാ?
Second one. സ്റ്റോറി അല്ല റൈം റെക്കോർഡോ? റൈമിന്റെ മിസ് പറഞ്ഞിട്ടുണ്ട്, ഇനി സ്റ്റോറിന്റെ പറയാൻ. സ്റ്റോറിയുടെ കൂടെ പറയാം. തേർഡ് വൺ അല്ലേ? ഓക്കെ, ഇപ്പൊ സ്റ്റോറിയുടെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. സർവേയുടെ ഡീറ്റെയിൽസ് തന്നോ? അത് തന്നായിരുന്നു. എല്ലാരും ചെയ്തു തുടങ്ങിയോ? ഞാൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്. അഞ്ചാമത്തെ റെക്കോർഡിന്റെ കോപ്പി PDF സോഫ്റ്റ് കോപ്പി വന്നത് എല്ലാരും നോക്കിയിരുന്നോ? എന്താ ചെയ്യേണ്ടത് മനസ്സിലായോ? മിസ് അത് ഓരോ പേജുകളിലായിട്ടാണ് ഓരോ ഇത് എഴുതി ഇങ്ങനെ വരേണ്ടത്. അതായത് നമ്മളുടെ റെക്കോർഡിൽ നമ്മൾ റൈറ്റ് സൈഡിലാണല്ലോ എഴുതുന്നത്. അത് ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി എൻവിയോൺമെന്റിലെ മെറ്റീരിയൽസ് ആണ്. അതായത് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഏകദേശം ഒരു 25ഓളം മെറ്റീരിയൽസ്, ഒറിജിനൽ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 14 ബാച്ച് വരെ അത് ചെയ്തു കഴിഞ്ഞു. അവർക്ക് ഓൺലൈനായിട്ടും ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞു, അവർ നേരിട്ട് വന്നും ചെയ്തു കഴിഞ്ഞു. ഇപ്പം നോമ്പും പെരുന്നാളും ഒക്കെ ആയതുകൊണ്ടാണ് പിന്നീടുള്ള ബാച്ച് ഒന്നും തുടങ്ങാത്തത്. ഇനി അത് കഴിയുമ്പോൾ 15 തുടങ്ങും, പിന്നെ 16 ആകും, പിന്നെ 17 നിങ്ങളുടെ ആകും. അതായത് നമ്മൾ പാർട്ട് 3 മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ പഠിക്കും. അപ്പൊ ഇത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കാരണം തിയറി പഠിക്കുമ്പോഴാണല്ലോ അതിന്റെ റിലേറ്റഡ് പ്രാക്ടിക്കൽസ് നമുക്ക് ചെയ്യാൻ അറിയുന്നത്. അപ്പൊ മോഡ്യൂൾ 3 എന്ന് പറയണത്, മോഡ്യൂൾ 3 ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സമയം കിട്ടുമ്പോൾ അതൊന്ന് മറിച്ചു നോക്കിക്കോളൂ. ഈ മോഡ്യൂൾ 3 ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റിന്റെ 5 ഏരിയ ആണ്. മോഡ്യൂൾ 3 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 5 പാർട്സ് ഉണ്ടാകും ആ മോഡ്യൂൾ 3ക്ക്. പാർട്ട് 1, പാർട്ട് 2, അങ്ങനെ പാർട്ട് 5 വരെയുണ്ട്. ഈ ഓരോ പാർട്ടും ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി എൻവിയോൺമെന്റ്, അതായത് ക്ലാസ് റൂമിന്റെ 5 ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റീസെന്റ് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ കാണാം അവിടെ പ്രീ പ്രൈമറി സെഷനിൽ ഇടങ്ങൾ എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഏരിയ ഇടം എന്നാണ് അതിന് പറയുന്നത്. അപ്പോ ഗണിത ഇടം, ഭാഷാ ഇടം, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും അവിടെ ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റിലും 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഏരിയയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് മോഡ്യൂൾ 3ലെ ഓരോ പാർട്ടും. റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റും 5 ഏരിയയെ കുറിച്ചാണ് ആ റെക്കോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എഴുതാൻ തുടങ്ങും. പിന്നെ ഇൻട്രൊഡക്ഷനും ഉണ്ട്, ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ചും മോണ്ടിസോറി മെത്തേഡ് എന്താന്നൊക്കെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് എഴുതണം. കണ്ടിന്യൂസ് എഴുതിയിട്ട് ഓരോ ഏരിയ ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇൻട്രൊഡക്ഷന്റെ ഭാഗം ഒരുമിച്ച്, പിന്നെ അടുത്ത ഓരോ ഏരിയ ആയിട്ട്. ഒന്നാമത്തത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം മാറ്റും ഡ്രസ്സിംഗ് ഫ്രെയിംസും ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എഴുതി കഴിയുമ്പോൾ അടുത്ത ഏരിയ സെൻസോറിയൽ ഏരിയ ആണെങ്കിൽ അത് അടുത്ത ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ ഏരിയ എൻഡ് ചെയ്ത് അവിടെ നിന്ന് തന്നെ തുടങ്ങണമെന്നില്ല. പിന്നെ എഴുതുമ്പോൾ പലരുടെയും ഹാൻഡ് റൈറ്റിങ്ങിന്റെ വലുപ്പം പലതായിരിക്കാം. അപ്പൊ പേജ് നമ്പറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ എഴുതി വരുമ്പോൾ പേജ് തികയാതെ പോകരുത്. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ട് ഇരിക്കണം. കാരണം മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചേഴ്സിന്റെ ഒരു സോഫ്റ്റ് കോപ്പി PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് അത് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി വരുമ്പോഴേക്കും അതൊരു ഐഡിയ കിട്ടും. അപ്പൊ എഴുതുമ്പോ ഏരിയ നോക്കുക. ഞാൻ വേണമെങ്കിൽ ആ ഓരോ ഏരിയയുടെ ഡീറ്റെയിൽസ് ആരെങ്കിലും എനിക്കൊരു കൈ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഏരിയയുടെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരാം. അതിന്റെ ഹെഡിങ്ങും ആ ഓരോ അത് ഹെഡിങ് കിട്ടിക്കഴിയുമ്പോൾ റെക്കോർഡിൽ നോക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് ഹെഡിങ്ങിന്റെ താഴെ ഓരോരോ മെറ്റീരിയൽസ് ആയി എഴുതിയിട്ടുണ്ടാവും. റെക്കോർഡ് എഴുതാൻ സ്റ്റാർട്ട് ആക്കണം. സമയമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. വേറെ ഏതെങ്കിലും വർക്കുകൾ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് തീർത്തിട്ട് 5th റെക്കോർഡ് എപ്പോഴാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പാർട്ട് 3യുടെ യൂണിറ്റ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും.
അതില് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്തെടുത്ത് തീരാറാവുമ്പോഴേക്കും അതിന്റെ ഒപ്പം തന്നെ റെക്കോർഡും എഴുതി അങ്ങ് തീർത്തു വെച്ചു. കാരണം ആ പോർഷൻ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ 15ന്റെയും 16ന്റെയും പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ തുടങ്ങും. പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോഴേക്കും നമ്മുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം. ആയാൽ നമുക്ക് എളുപ്പമുണ്ട്, വായിച്ചു മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത റെക്കോർഡ് ബുക്കാണ് മോണ്ടിസോറി അപ്പാരറ്റസ്. കാരണം നല്ല ഡീറ്റെയിൽ ആയിട്ട് മോഡ്യൂൾ 3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും കുറേ നമ്മൾ വാരി വലിച്ച് റെക്കോർഡിലേക്ക് എഴുതണ്ടല്ലോ. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പൊ മോഡ്യൂൾ 3യും ഈ 5ാമത്തെ റെക്കോർഡും കൂടെ ഒരുമിച്ചിരുന്ന് വായിക്കുവാണെങ്കിൽ കുറെ ഐഡിയാസ് കിട്ടും. ഓക്കെ, നമുക്കിനി സ്റ്റോറിയിലേക്ക് പോകാം. ഞാൻ എന്റെ റെക്കോർഡ് ബുക്ക് നിൽക്കട്ടെ. ഇതില് നമുക്കറിയാം കൊച്ചു കുട്ടികൾക്ക് കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലെ. നമ്മൾ ഈ കഥയിലൂടെ ഇപ്പം കുറച്ചു മുമ്പ് ഷബ്ന കഥ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ള കഥ തന്നെയാണ്. ആ ക്യാപ് സെല്ലറിന്റെ കഥ, മങ്കി ആൻഡ് ദ ക്യാപ് സെല്ലർ അല്ലെ, മങ്കീസ് ആൻഡ് ദ ക്യാപ് സെല്ലർ. ചെറുപ്പം തുടങ്ങിയേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ഒരാള് നറേറ്റ് ചെയ്യുന്ന രീതി ആ നല്ല രസമായിട്ട് പറയുമ്പോ നമ്മൾ കേട്ട് പഴക്കിയതാണെങ്കിൽ നമുക്ക് വളരെ രസം തോന്നും. അതാണ് കുട്ടികൾ പലതവണ നമ്മളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. കഥ വീണ്ടും വീണ്ടും ഒരേ കഥ തന്നെ പല പ്രാവശ്യം അവര് നമ്മളെ കൊണ്ട് പറയിക്കും. അപ്പൊ നമ്മൾ ഈ കഥ പറയുന്നു എന്നുള്ളതില് ആ കഥയിലൂടെ അവരുടെ ഉള്ളിലേക്ക് ഒരു മെസ്സേജ്, ഇപ്പൊ ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഒരു മെസ്സേജ് തന്നു അല്ലെ. നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുള്ള സാഹചര്യം വന്നാലും നമ്മൾ നല്ല അതിനെ ഫേസ് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു മോറൽ വാല്യൂ ഇപ്പൊ നമ്മൾ എഴുതുന്ന, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് റൈംസും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു അല്ലെ. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് എഴുതേണ്ട സ്റ്റോറീസ് ആണ്. അങ്ങനെ എഴുതുമ്പോൾ ഇതൊരു കുട്ടിക്ക് ദഹിക്കാവുന്ന രീതിയിലും ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു മെസ്സേജ് എത്തേണ്ട രീതിയിലും വേണം കഥകൾ എഴുതാനായിട്ട്. പിന്നെ ഓരോ കഥയ്ക്കും അതിന് യോജിച്ച ഒരു ഇല്ലിസ്ട്രേഷൻ, അതായത് ഒരു പിക്ചർ, അത് നിങ്ങൾക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വരയ്ക്കാൻ നിങ്ങൾക്ക് വരയ്ക്കാം. ലെഫ്റ്റ് സൈഡിലെ പിക്ചർ, റൈറ്റ് സൈഡില് ആ സ്റ്റോറി. നമ്മൾ ഇതിന് പറഞ്ഞ റെക്കോർഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ലൈൻ ഉള്ളതും ലെഫ്റ്റ് സൈഡിലെ പ്ലെയിനുമാണ്. അത് എഴുതാനുള്ള എളുപ്പത്തിന് പറഞ്ഞതാ. ഇനി നിങ്ങൾക്ക് രണ്ട് സൈഡും പ്ലെയിനിൽ എഴുതാൻ കോൺഫിഡന്റ് ആണെങ്കിൽ രണ്ട് സൈഡും പ്ലെയിൻ ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി വരയിട്ടത് കിട്ടിയില്ല, പ്ലെയിൻ മാത്രമേ കിട്ടിയുള്ളൂ, പക്ഷെ വരയിട്ടതിൽ എഴുതാനാണ് കോൺഫിഡൻസ് എങ്കിൽ ഒരു വരയിട്ട പേപ്പർ ആ പേജിന്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ആ ഇംപ്രഷൻസ് നോക്കി വെച്ച് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. എന്നാലും നീറ്റ് ആയിട്ട് എഴുതി. ഓക്കെ, പിന്നെ ഇതില് കുറെ തീംസ് പറഞ്ഞിട്ടുണ്ട്. ആ തീം അത് മാത്രം ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ തീമിലെ കഥ എഴുതണം അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റോറീസ് എഴുതാം. പിന്നെ എല്ലാത്തിനും നല്ല ആപ്റ്റ് ആയിട്ടൊരു ടൈറ്റിൽ വേണം. പിന്നെ നല്ലൊരു മോറൽ വാല്യൂ, കുട്ടികളിലേക്ക് നല്ല വാല്യൂസ് എത്തുന്ന രീതിയിലുള്ള കഥകളായിരിക്കും. പിന്നെ ഇതില് കുറച്ച് കഥകള് നമുക്ക് ഉള്ള കഥകൾ തന്നെ അഡാപ്റ്റ് ചെയ്യാം, ബാക്കിയെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ ഒരു മോറൽ സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു മോറൽ വാല്യൂ വരുന്ന രീതിയിലുള്ള സ്റ്റോറി, നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് എഴുതിയത്. ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അവൾ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സ്മാർട്ടാണ്, ഗുഡാണ്. അത് ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളിലും ഒക്കെയാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത്തിരി മടിയുണ്ട്. അപ്പം സമയത്തൊന്നും, ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് എന്റെ കഥ പറയുന്നത്, സമയത്തൊന്നും ഹോംവർക്ക് ചെയ്യില്ല, അതുപോലെ തന്നെ സമയത്ത് പഠിക്കൊന്നുമില്ല. എക്സാം ആകുമ്പോൾ ഓടി പിടിച്ചൊരു പഠിത്താണ്. പക്ഷെ അവൾ അത്രയും മിടുക്കി ആയതുകൊണ്ട്, ഇന്റലിജന്റ് ആയതുകൊണ്ട് എക്സാമിനൊക്കെ നല്ല സ്കോർ വരുന്നു. അപ്പൊ അവൾക്ക് ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ എങ്ങനെ പഠിച്ചാലും എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് പക്ഷെ എല്ലാരും അവളോട് വർക്ക് ടൈമിൽ ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ല. അങ്ങനെ അവളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ PG എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മാർക്കും എല്ലാം അവൾക്കുണ്ട്, അക്കാദമിക്സ് ഒക്കെ നല്ലതായിരുന്നു. അവള് പല റെപ്യൂട്ടഡ് ഫേമിലൊക്കെ അവളുടെ റെസ്യൂമെ ഒക്കെ ഫോർവേഡ് ചെയ്തു. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയിൽ നിന്ന്
അവൾക്ക് ഇന്റർവ്യൂവിന് കോൾ ലെറ്റർ വരികയാണ്. ഭയങ്കര സന്തോഷമായി, കാരണം ആഗ്രഹിച്ചിരുന്നു ആ ഒരു അവിടെ ജോലി കിട്ടാനായിട്ട്. തലേ ദിവസം ഒന്നും എല്ലാം എടുത്തു വെക്കണം എന്നൊക്കെ വീട്ടിലുള്ളവർ പറഞ്ഞിട്ടൊന്നും അവളുടെ സർട്ടിഫിക്കറ്റ്സോ ഡോക്യുമെന്റ്സോ ഒന്നും തന്നെ എടുത്തു വെച്ചില്ല. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ ധൃതി പിടിച്ച് എല്ലാം ഒന്ന് എടുത്തു വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൾക്ക് കറക്റ്റ് സമയത്ത് വണ്ടി കിട്ടിയില്ല. അവൾ അങ്ങനെ ആ ഇന്റർവ്യൂ സ്ഥലത്ത് എത്തിയപ്പോൾ ലേറ്റ് ആയി. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഭയങ്കര വിഷമായി. അപ്പൊ അതിൽ നിന്നും അവളൊരു പാഠം പഠിക്കുവാണ്. ഇങ്ങനെ എന്തും സമയത്ത് ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുള്ളൊരു പാഠം പഠിക്കുവാണ്. അതിനുശേഷം അവൾ എപ്പോഴും ടൈമിന് നല്ല വാല്യൂ കൊടുത്തു. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത്രയും 2 ചെറിയ പാരഗ്രാഫിൽ തീർന്ന ഒരു കഥയാണ് ഒരു പെൺകുട്ടിയുടെ പിക്ചർ. അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ എനിക്ക് പിക്ചർ എന്റെ മോള് വരച്ചു തന്നതാ. പിന്നെ അവള് തന്നെ ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് കളർ ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഇതൊക്കെയാണ് ഞാൻ എഴുതിയ മോറൽ സ്റ്റോറിയില്. ഇനി സെക്കൻഡ് സ്റ്റോറി, ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു കഥ കോപ്പി ചെയ്ത് വെക്കാം. കാരണം മിത്തോളജിക്കൽ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. അപ്പൊ അത് നമുക്ക് എടുക്കാം. ഞാൻ എടുത്തത് തെന്നാലി രാമനെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. തെന്നാലി രാമന്റെ എല്ലാ കഥകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൽ നല്ലൊരു വാല്യൂ ഉണ്ടാകും ആ ഒരു കഥ. ഞാൻ ആദ്യം പറഞ്ഞ മോറൽ സ്റ്റോറിയുടെ ടൈറ്റിൽ കൊടുത്തത് പങ്ക്ച്വാലിറ്റി എന്നാണ് കേട്ടോ. തെന്നാലി രാമന്റെ കഥയ്ക്ക് ഹോണസ്റ്റ് പേഴ്സൺ എന്നുള്ളൊരു ടൈറ്റിലാണ് കൊടുത്തത്. ഓക്കെ, അത് തെന്നാലി രാമന്റെ ഒരു കഥ എടുത്തു. നമുക്ക് ഏതെങ്കിലും രാമായണത്തിൽ നിന്നോ മഹാഭാരതത്തിൽ നിന്നോ ബൈബിളിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ മിത്തോളജി ഒക്കെ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ എടുക്കാം. നെക്സ്റ്റ് പിക്ചോറിയൽ സ്റ്റോറിയാണ് കുട്ടികൾ. അടുത്തത് പിക്ചോറിയൽ സ്റ്റോറി. പിക്ചോറിയൽ സ്റ്റോറി പല രീതിയിൽ നമ്മൾക്ക് എടുക്കാം. പല രീതിയിൽ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കഥയിലെ ക്യാറ്റ്, മൗസ്, അതുപോലെ തന്നെ കേക്ക്, പിന്നെ മൗസിന്റെ വീടായ ഹോൾ, ക്യാറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോഗ് ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്യാറ്റ് എന്നുള്ള ആ ഒരു വേർഡ് വരുന്നിടത്ത് നമുക്ക് ക്യാറ്റിനെ ഒട്ടിക്കാം. മൗസ് എന്നുള്ള വേർഡ് വരുന്ന ഭാഗത്ത് ക്യാറ്റ് വാസ് റണ്ണിങ് എന്ന് പറയുകയാണെങ്കിൽ ക്യാറ്റിന്റെ ആ വേർഡിന് പകരം ആ പിക്ചർ ഒട്ടിക്കാം. മൗസിന് പകരവും പിക്ചർ ഒട്ടിക്കാം. കേക്ക് പീസ് അല്ലെങ്കിൽ ചീസോ എന്താന്ന് വെച്ചാൽ അതിനകത്തും ആ ഒരു പിക്ചർ ഒട്ടിക്കാം. പിന്നെ മൗസിന്റെ വീടായ ആ ഹോള് അതും പിക്ചർ ഒട്ടിക്കാം. ഡോഗ് ഉണ്ടെങ്കിൽ പിക്ചർ ഒട്ടിക്കാം. ഫ്ലവേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ട്. അതിനൊക്കെ പകരം നമുക്ക് പിക്ചേഴ്സ് ഒട്ടിച്ചിട്ട് ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാം. സെന്റൻസ് ആയിട്ട് നമ്മൾ എഴുതി തുടങ്ങും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് പകരം നമ്മൾ പിക്ചർ ഒട്ടിച്ചു വെക്കും. ഓക്കെ, ഇനി അതല്ലാതെ ഞാൻ എഴുതിയത് ആ രീതിയിലല്ല. അതല്ലാതെ കൂടുതൽ പിക്ചേഴ്സ്, സ്റ്റേറ്റ്മെന്റ് കുറവും, ആ രീതിയിലും പിക്ചോറിയൽ സ്റ്റോറി എഴുതാം. ഇങ്ങനെ എഴുതിയത് കുറെ കുട്ടികൾ പാർക്കിൽ കളിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ റെസിഡൻസ് അസോസിയേഷനിലെ പാർക്കിൽ കളിക്കുമ്പോൾ ഒരാളൊരു കുരങ്ങിനെ കൊണ്ട് കഴുത്തിൽ കയറൊക്കെ കെട്ടി അതിനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ കാശ് വാങ്ങുന്ന ആളുണ്ടല്ലോ. കുരങ്ങെന്തോ മുറിവൊക്കെ പറ്റിയ കുരങ്ങായിരുന്നു. കുട്ടികൾക്ക് അത് കണ്ടപ്പോൾ സങ്കടം വന്നതും അവര് പെറ്റ്സിനെ എല്ലാം നല്ലപോലെ നോക്കുന്ന കുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതിനായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ മക്കളിലേക്കും ആ ഒരു മെസ്സേജ് വരും, ഇങ്ങനെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കേണ്ട രീതിയിൽ. അങ്ങനെ ആ കുരങ്ങിനെ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ആളോട് അവര് പറഞ്ഞിട്ടൊന്നും അയാൾ കേട്ടില്ല. അങ്ങനെ അവര് പോയി അവരുടെ അമ്മയും അച്ഛനെയും എല്ലാരെയും വിളിച്ചുകൊണ്ട് വരും. പല കുട്ടികളുടെയും പാരന്റ്സ് പോലീസിലുണ്ട്, ഡോക്ടറായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് അവര് അയാളെ വഴക്ക് പറയണോ, അങ്ങനെ അയാൾക്ക് ഗിൽറ്റി ഫീലിംഗ് വരുന്നതും അങ്ങനെയൊക്കെയുള്ള കുറെ പിക്ചേഴ്സ് വന്നിട്ട് സ്റ്റോറി കുറച്ച് സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെയായിട്ടും ഞാൻ പിക്ചോറിയൽ സ്റ്റോറി എഴുതിയത്. ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി നൊമാഡ് സ്റ്റോറി. നൊമാഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ നാടോടി കഥകൾ എന്ന് പറയാറില്ലേ, അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം അഡോപ്റ്റ് ചെയ്യാം. കാരണം അത് ഓൾറെഡി ചൈനീസ് നാടോടി കഥയോ ജാപ്പനീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലെടുക്കാൻ ഞാനത് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ പക്ഷേ നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് എഴുതിയത്. ആ കുട്ടിയും കൈൻഡ് ഹീര എന്ന് അതിനൊരു ടൈറ്റിൽ കൊടുത്തു. ആ കുട്ടിയും ആ കുട്ടിയുടെ പാരന്റ്സും, നൊമാഡെന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സ്ഥലത്ത് അവർ സ്ഥിരമായി നിൽക്കില്ല. അവരിങ്ങനെ
കറങ്ങി നടന്ന് ഇങ്ങനെ അവരുടെ എന്തെങ്കിലുമൊക്കെ ഈ എന്താ പറയുക മരുന്നുകളും പച്ചമരുന്നുകളും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ അത് വിറ്റ് തീർന്നു കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണല്ലോ. അപ്പൊ ഈ ഹീരയും ഹീരയുടെ പാരന്റ്സും ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ നടന്ന് വിൽക്കുന്നവരാണ്. അങ്ങനെ ഹീരയുടെ പാരന്റ്സ് ഒരു സൈഡിലേക്ക് പോയി, ഹീര ഒരു സൈഡിലേക്ക് പോയി. അങ്ങനെ ഈ കുറെ ആള് കയ്യിലിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും മരുന്നും ഒക്കെ വിറ്റിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും നല്ല വെയിലായിരുന്നു. അപ്പൊ അവൾക്ക് നല്ല ദാഹിക്കും. അപ്പൊ അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് അവള് വെള്ളം ചോദിച്ചു കയറും. അപ്പൊ അവിടെ നിന്നിരുന്ന ഒരു സ്ത്രീ അവൾ ആട്ടിപ്പായിക്കും. ഇങ്ങനെ അപ്പൊ അവൾക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും. പക്ഷെ എന്നാലും അവള് അങ്ങനെ തിരിച്ചു പോരും. അവള് വീണ്ടും കയ്യിലിരുന്ന ബാക്കിയുള്ളതൊക്കെ വിറ്റ് അവൾക്ക് തിരിച്ച് റിട്ടേൺ പാരന്റ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വീടിന്റെ ഫ്രണ്ടിലൂടെ ആയിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോ ആരുടെ കരച്ചിൽ കേട്ട് അവള് ശ്രദ്ധിക്കുമ്പോൾ കുറച്ചു മുമ്പ് അവളെ ഓടിച്ചു വിട്ട സ്ത്രീയാണ് ഭയങ്കരമായിട്ട് ഹെൽപ്പിന് വേണ്ടി ചോദിച്ചു കരയുന്നു. അവൾ അങ്ങോട്ട് വേഗം ഓടിച്ചെന്നപ്പോ കണ്ടത് അവരുടെ വീട്ടുമുറ്റത്തുള്ള പോണ്ടില് അവരുടെ കുട്ടി ഇങ്ങനെ മുങ്ങി താഴും. ഹീര ഒന്നും ആലോചിച്ചില്ല, ചാടി അതിനെ രക്ഷപ്പെടുത്തി. സ്ത്രീ അവളോട് സോറിയൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ജ്യൂസും കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. ഹീര അവർക്ക് തിരിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തു. അവരോട് യാത്ര പറഞ്ഞു അവളുടെ പാരന്റ്സിലേക്ക് പോയി. അതാണ് ഞാൻ എഴുതിയ സ്റ്റോറി. എനിക്കൊരു പിക്ചർ അതിന് ആപ്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി. എല്ലാ സ്റ്റോറിയും നമ്മൾ ഓരോന്നാണ് എഴുതുന്നത്. ഓരോന്നിനും ഓരോ പിക്ചേഴ്സ് വേണം. കമ്പാരിസൺ സ്റ്റോറി ആയിട്ട് എഴുതിയത് നിങ്ങൾ അതിന്റെ സിമിലർ സ്റ്റോറീസ് എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ എഴുതിയത് ഫ്ലവേഴ്സിനെ കുറിച്ചാണ്. ഒരു ഗാർഡനില് കുറേ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ജാസ്മിൻ ഫ്ലവർ ഉണ്ടായിരുന്നു. ജാസ്മിൻ പ്ലാന്റിന് ഭയങ്കര ഒരു അഹങ്കാരമായിരുന്നു. കാരണം നല്ല മണം, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. ആളുകൾ കുറെ ആവശ്യങ്ങൾക്ക് ജാസ്മിൻ ഫ്ലവേഴ്സ് യൂസ് ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് മറ്റ് ചെടികളെ കളിയാക്കുന്ന ജോലി ഉണ്ടായിരുന്നു ജാസ്മിൻ പ്ലാന്റിന്. ഒരു കോർണറിൽ ഒരു റോസ് പ്ലാന്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് മുഴുവൻ റോസ് പ്ലാന്റ് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ നിറയെ മുള്ളാണ്. ജാസ്മിൻ റോസ് പ്ലാന്റിന് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും കളിയാക്കും. റോസ് പ്ലാന്റിനോട് പറയും, നിന്റെ സ്റ്റെമ്മില് നിറയെ മുള്ളുകളാണ്, എത്ര ഭംഗിയുണ്ടെങ്കിലും നിനക്ക് നിറയെ മുള്ളുകളാണല്ലോ എന്നുള്ള രീതിയിൽ കളിയാക്കി. ഒരു ദിവസം അതിന്റെ തൊട്ടടുത്ത് അങ്ങനെ ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൽ കുട്ടികളൊക്കെ പിന്നെ കളിക്കുമായിരുന്നു. ഇവരുടെ ബോള് ഈ ഗാർഡന്റെ ഉള്ളിലേക്ക് വീണു. കുട്ടികള് ഗാർഡനിലെ ബോൾ അന്വേഷിച്ച് എല്ലാം കൂടെ ഓടി വന്നപ്പോ നിറയെ ഫ്ലവേഴ്സ് നിൽക്കുന്നു. കുട്ടികളുടെ ഒരു ശീലാണല്ലോ ഫ്ലവേഴ്സ് പറിക്കുക എന്നുള്ളത്. അപ്പൊ അവരിങ്ങനെ പൂക്കള് പറിച്ചെടുക്കാനായിട്ട് നോക്കി. അങ്ങനെ ഒരു റോസ് പറിക്കാനായിട്ട് നോക്കിയപ്പോ ആ മുള്ളു കൊണ്ടു കയ്യില്. അപ്പൊ അവരതവിടെ വിട്ടിട്ട് അതിനെ എടുക്കാൻ നോക്കാതെ ജാസ്മിൻ ഫ്ലവേഴ്സ് കുറേ പറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോ അതോടുകൂടി ജാസ്മിൻ ഫ്ലവറിന്റെ അഹങ്കാരം നിൽക്കുകയാണ്. ജാസ്മിൻ ഫ്ലവറിന് മനസ്സിലായി ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകൾ കൊടുത്തിരിക്കുന്നത് മദർ നേച്ചറാണ്. അപ്പൊ അത് റോസ് പ്ലാന്റിന്റെ തോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ്. മദർ നേച്ചർ കൊടുത്തിരിക്കുന്നൊരു പ്രൊട്ടക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കി പിന്നെ ഒരിക്കലും മറ്റു പ്ലാന്റ്സിനെ ജാസ്മിൻ ഫ്ലവർ ടീസ് ചെയ്യാറില്ലായിരുന്നു, കളിയാക്കാറില്ലായിരുന്നു. അതായത് ഞാൻ എഴുതിയ സ്റ്റോറി കമ്പാരിസൺ സ്റ്റോറി എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയതാണ്. ഇറ്റ്സ് അപ് ടു യു എങ്ങനെ വേണമെങ്കിലും. പിന്നെ ലോങ് സ്റ്റോറി, നീണ്ട കഥ നമ്മൾ പറയില്ലേ, കുറച്ചധികം വേണം. ഇതുവരെ എഴുതിയത് ഒരു പാരഗ്രാഫ് 2 പാരഗ്രാഫിൽ നിന്നു. അപ്പം ലോങ് സ്റ്റോറി കുറച്ചധികം വേണം. എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വലിയ ലോങ് സ്റ്റോറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1, 2, 3, 4 പാരഗ്രാഫ് വരുന്ന രീതിയിൽ 2 പേജിലായിട്ടാണ് ഞാൻ അത് എഴുതിയത്. അപ്പോൾ അതിൽ എന്റെ ക്യാരക്ടർ മീന എന്ന് പറഞ്ഞ കുട്ടിയും അവളുടെ ഒരു പെറ്റ് കിച്ചൺ, അതായിരുന്നു ഇതിന്റെ ക്യാരക്ടേഴ്സ്. അവളൊരു പാവപ്പെട്ട കുട്ടിയായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് അവളുടെ പാരന്റ്സിന്റെ കൂടെ ജീവിച്ചിരുന്നു. അച്ഛനൊരു കോപ്ലർ ആയിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മളൊന്ന് എന്താ പറയാ ഡീറ്റെയിൽസ് പറയുമ്പോൾ നമ്മുടെ സ്റ്റോറി കുറച്ചുകൂടി ലൈവ്ലി ആകും. അമ്മ ഒരു ടൈലർ ആയിരുന്നു. അങ്ങനെ അവര് കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുവായിരുന്നു. അവൾ അടുത്തൊരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു. അത് മാത്രല്ല എല്ലാവരോടും പെരുമാറാനും എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനും എല്ലാവരെയും കെയർ ചെയ്യാനും അവള് നല്ല അങ്ങനെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാവർക്കും അവളെയും ഇഷ്ടമായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അവൾ അമ്മയെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്ന വാല്യൂസ് ആണ് കേട്ടോ.
അങ്ങനെ കുട്ടികൾക്ക് അത് കേൾക്കുമ്പോൾ ഞാനും ഇതുപോലെ ചെയ്യണം, ലൈക്ക് ആ ഒരു ഇത് വരും. ഒരു ദിവസം അവള് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കൊച്ചു പൂച്ചക്കുട്ടിയെ കണ്ടു. അതിങ്ങനെ കരയുകയായിരുന്നു. അവളത് പാവം തോന്നി. അത് വിശന്നിട്ടാ കരയണെന്ന് മനസ്സിലായി. അവളെ ആ പൂച്ചക്കുട്ടിയെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അതിന് കുറച്ച് പാലൊക്കെ കൊടുത്തു. അപ്പൊ അത് ഭയങ്കര വിശപ്പൊക്കെ മാറി ഭയങ്കര സന്തോഷമായി. പൂച്ചകള് സാധാരണ എന്താ ചെയ്യാ, നമ്മളിങ്ങനെ നക്കാൻ തുടങ്ങൂല്ലേ, അങ്ങനെ മീനെ ഇങ്ങനെ നക്കാനൊക്കെ തുടങ്ങും. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയി. എപ്പോഴും ഈ കിറ്റൻ മീനയുടെ പുറകെ തന്നെയാണ്. അവള് സ്കൂളിൽ പോകുമ്പോൾ അവളുടെ പുറകെ പോവും, സ്കൂൾ ഗേറ്റ് വരെ. അത് കഴിഞ്ഞ് അവള് വരാറാകുമ്പോൾ സ്കൂളിന്റെ ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്യും. രണ്ടുപേർക്കും ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഭയങ്കര അടുപ്പായി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സ്കൂളിൽ വിട്ട് മീന വരുമ്പോൾ ഗേറ്റില് ഈ കിറ്റനെ കാണുന്നില്ല. അവൾ അവിടെ മുഴുവൻ നോക്കി. അപ്പം അവൾ വിചാരിച്ചു ചിലപ്പോ വീട്ടിലുണ്ടാവുന്നു. അവള് വേഗം വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോഴും വീട്ടിലും ഇല്ല. അങ്ങനെ അവള് അവിടെ മുഴുവൻ അവള് നോക്കി, പക്ഷെ എവിടെയും കണ്ടില്ല. ഭയങ്കര വിഷമായി, പാരന്റ്സിനും ഭയങ്കര വിഷമായി. അവളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കി. അവൾക്ക് അങ്ങനെ വിഷമം മനസ്സിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മീന സ്കൂളിൽ നിന്നും വരുന്ന വഴിക്ക് ഒരു പൂച്ചയുടെ കരച്ചിൽ കേട്ടു അടുത്തെവിടെ നിന്ന്. ചെന്ന് നോക്കിയപ്പം ആ കുറ്റിക്കാട്ടില് ബുഷില് ഒരു വലിയൊരു ബിഗ് ക്യാറ്റ് ഇങ്ങനെ കിടന്നിട്ടുണ്ട്. അത് കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ക്യാറ്റിന്റെ ദേഹം മുഴുവൻ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, വൂൺസ് ഉണ്ടായിരുന്നു. അവള് നോക്കുമ്പോ ഇവളുടെ ഫ്രണ്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. അവൾക്ക് മനസ്സിലായി ഈ കിറ്റന്റെ അമ്മപ്പൂച്ചയാണെന്നത് മനസ്സിലായി. അവള് വേഗം തന്നെ ഫ്രണ്ട് അവളെ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കിറ്റൻ അങ്ങനെ എന്തോ പറയാൻ ശ്രമിക്കുകയെന്ന് മനസ്സിലായി. അങ്ങനെ അവൾ ഓടി പാരന്റ്സിന്റെ അടുത്ത് ചെല്ലുന്നു. അവരെയും കൂട്ടി വന്നിട്ട് ഈ മദർ ക്യാറ്റിനെയും ഇവളുടെ കൊച്ചു പൂച്ചക്കുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അവരെ അതിന് മുറിവൊക്കെ വെച്ച് കെട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അത് നല്ലപോലെ ഹീലായി. പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ ആ മദർ ക്യാറ്റ് ശരിയായി വന്നു. രണ്ട് പൂച്ചകൾക്കും, പൂച്ചയ്ക്കും ചെറിയ പൂച്ചയ്ക്കും ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവരുടെ കൂടെ തന്നെ, മീനയുടെ കൂടെ തന്നെ അവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എഴുതി അവസാനിപ്പിച്ചേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോങ് സ്റ്റോറി. കുറച്ച് 2-3 ഇൻസിഡൻസ് ചേരുന്ന രീതിയിൽ നിങ്ങൾക്ക് ലോങ് സ്റ്റോറി എഴുതാം. സയന്റിഫിക് നോളജ് തരുന്ന സ്റ്റോറി. അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. കാരണം സയന്റിഫിക് നോളജ് തരുന്ന സ്റ്റോറി എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കണമല്ലോ. ഞാൻ എഴുതിയത് റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ച ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന കേട്ടോ. അത് ഞാൻ ഇംഗ്ലീഷിലേക്ക് സ്റ്റോറി സോങ് അതിന്റെ മേലെയുള്ള മിസ് പറഞ്ഞില്ല, ലോങ് സ്റ്റോറിന്റെ താഴെയായിട്ട് വരുന്നത്. ക്ഷമിക്കൂ ഇപ്പൊ പറയാം. ഞാനത് സ്കിപ്പായി പോയതാ. സ്റ്റോറി സോങ്. ഓക്കെ, ഞാൻ ഈ ഓർഡറിലല്ല എഴുതിയേക്കണേ, അതാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. റെക്കോർഡിങ്ങിന് മറിച്ചപ്പം ബൈ മിസ്റ്റേക്ക് മറ്റേതായി പോയത്. നിങ്ങൾക്കും ഈ ഓർഡറിൽ തന്നെ എഴുതണം എന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ സ്റ്റോറി ബുക്കില് സ്റ്റോറി തന്നെ എഴുതാം. ഈ തന്നിരിക്കുന്ന ഓർഡർ വേണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ചില സ്റ്റോറിയുടെ ഒരു കണ്ടന്റ് നമുക്ക് മനസ്സിൽ വരും. ആ സ്റ്റോറി അങ്ങ് എഴുതി വെച്ചോളൂ. സ്റ്റോറി സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോങ് ആയിരിക്കണം, പക്ഷെ അതിലൊരു കഥ ഉണ്ടായിരിക്കണം. ഞാൻ എഴുതിയത് സിംഗിങ് പാരറ്റ്. അത് എനിക്ക് വലിയ റൈമിങ് അങ്ങനത്തെ ഉള്ള രീതിയിലൊന്നും വന്നൊന്നുമില്ല, പക്ഷെ ട്രൈ ചെയ്തു ഒരു സ്റ്റോറി സോങ് ഉണ്ടാക്കാനായിട്ട്. Once a farmer got a parrot. He put it in a cage. The parrot sang all the time, "Make me free, make me free. I wish to fly high." The farmer said, "No, no, no, you sang for me." One day the farmer sleeping under the tree. Then a snake came near to him. The parrot sang, "Wake up, snake is coming near to you." Farmer woke up suddenly and got inside his home. He thanked the parrot and let her free. She sang, "I wish to fly high." ആ രീതിയിൽ ഞാനൊരു കഥയാണല്ലോ നമ്മള് ഇതിനെ ഒന്നും ഇങ്ങനെ കൂട്ടിയിടരുത്. കേജിലുള്ളതും ഹാപ്പി ആയിട്ടൊരു മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന രീതിയിൽ ഒരു പാരറ്റിനെ വരയ്ക്കുകയും ചെയ്തു. അതാണ് സ്റ്റോറീസും. സ്റ്റോറീസ് ദാറ്റ് ഗീവ് സയന്റിഫിക് നോളജ്. മോഡലിലല്ലാത്താണ് ഇത് എവിടെയാണെന്നൊരു പിടിയില്ല. യെസ്, റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചത്. ടൈറ്റിൽ കൊടുത്തത് അൺനോൺ റേ.
ഇതും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇത് എഴുതാം. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, ഇതും നിങ്ങൾക്ക് എടുക്കാം, തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി, അതുപോലെ തന്നെ നൊമാഡ് സ്റ്റോറി, പിന്നെ സ്റ്റോറീസ് ദാറ്റ് ഗീവ് സയന്റിഫിക് നോളജ്, മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, ഇതെല്ലാം നമുക്ക് ഉള്ള കഥകൾ എടുക്കാം. ഓർഡറിലല്ലാത്ത തന്നെ എനിക്ക് എവിടെയെങ്കിലും കിടക്കണേ. അതും കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ എഴുതിയതാട്ടോ, ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച്. ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒരു തുള്ളി വെള്ളം എന്നും പറഞ്ഞിട്ട്. കൊച്ചു അംബേദ്കർ വെള്ളം കുടിക്കാനായിട്ട് ഒരു കിണറിൽ ചെന്ന് വെള്ളം കുടിക്കാൻ വെക്കുമ്പോ അത് താഴ്ന്ന ജാതിക്കാരനായ അംബേദ്കർ ആ കിണർ തൊട്ടു എന്നും പറഞ്ഞിട്ട് ഹയർ ലെവൽ കാസ്റ്റിലുള്ളവര് അംബേദ്കറെ തല്ലി ഓടിക്കാൻ നോക്കുന്നതും അത് അംബേദ്കറെ വളരെയധികം വേദനിപ്പിച്ചതും അങ്ങനത്തെ ഒരു കഥയായിരുന്നു ഞാൻ എഴുതിയത്. 1 ഡ്രോപ്പ് വാട്ടർ. എന്നിട്ട് ആ കൊച്ചു കുട്ടി ഇരുന്ന് അത്രയും വിഷമം മനസ്സിൽ വന്നു, ഇരുന്ന് ചിന്തിക്കാൻ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് പിൽക്കാലത്ത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ആയിട്ട് മാറിയത്. അതാണ് ഞാൻ എഴുതിയത്, മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ എന്നുള്ള രീതിയിൽ. സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇത് ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കഥ എഴുതിയത്. ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് ഒരു ചെറിയൊരു സ്നേക്ക്, ഒരു ഡീർ മാൻ, പിന്നെ ഒരു ക്രോ, ഒരു കാക്ക, ഈ 3 പേരുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കഥയാണ്. അനിമൽസ് ആൻഡ് ബേർഡ്സ് എല്ലാം വന്നല്ലോ, അങ്ങനെ എഴുതി. ഇനി അതർ സ്റ്റോറി എന്ന് പറഞ്ഞ സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 2 കുട്ടികളുടെ ഒരു കഥയായിരുന്നു. ഒരു ട്വിൻസ് ആണ്, ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. അവര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും അവര് വീട്ടിലെ പാരന്റ്സിനോടും ഗ്രാൻഡ് പാരന്റ്സിനോടും അവരുടെ രീതികളും ഒക്കെ ആയിരുന്നു അത് കാണിച്ചത്. 2 പേരും UKG പഠിക്കുന്ന 2 ചെറിയ കുട്ടികളാണ്. അവരുടെ വീട്ടില് അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരന്റ്സും ഉണ്ട്, അച്ഛന്റെ പാരന്റ്സ്. ഒരു ദിവസം അവധിയായിരുന്നു. ഇവരുടെ രീതികളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 2 പേരും രാവിലെ എണീക്കും, എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ ബാക്കിയെല്ലാം അമ്മ സഹായിക്കും. അങ്ങനെ ഒരു കറക്റ്റ് സമയത്ത് തന്നെ സ്കൂളിൽ പോവും, നന്നായി പഠിക്കും. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് കുറച്ചു നേരം കളിക്കും, പിന്നെ കുളിച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്യും. വീട്ടില് എന്തെങ്കിലുമൊക്കെ എല്ലാവരുമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് കളിക്കും. അങ്ങനെ അവര് കഥ പറഞ്ഞു കൊടുക്കും. പിന്നെ രാത്രി എല്ലാവരും ഒരുമിച്ച് പ്രെയർ ഒക്കെ ചെയ്യും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആ ഒരു ഫാമിലിയിലെ നല്ല നല്ല കുറെ മൊമെന്റ്സ് ഒക്കെ കൂടി ചേർത്തിട്ട് ആ കഥ എഴുതിയത്. ഒരു സാറ്റർഡേ അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അന്ന് അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെയും കൊണ്ട് റെഗുലർ ചെക്കപ്പിന് പോയിരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് ഇൻസിഡൻസ് ഒക്കെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ കുട്ടികളുടെ വാല്യൂസ് വരും. അങ്ങനെ പോയിരിക്കുകയായിരുന്നു. അമ്മ അവർക്ക് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവര് ഗാർഡനിൽ നിന്ന് കളിക്കുകയായിരുന്നു. അപ്പൊ അമ്മ അവിടേക്ക് കുക്കീസ് കൊണ്ട് ചെല്ലുന്നു. ഇവര് 2 പേരും അകത്ത് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോ ഒരു കാക്ക വന്ന് പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് സ്നാച്ച് ചെയ്യും. അപ്പൊ കാക്കയുടെ ഈ കൊക്ക് കൊണ്ടിട്ട് ആ കുട്ടിയുടെ കൈ മുറിഞ്ഞ് ചോര നല്ല പോലെ വരും. കൊച്ചുകുട്ടിയല്ലേ, അത് അപ്പൊ പെട്ടെന്ന് തന്നെ അവള് അൺകോൺഷ്യസ് ആകും. ഇത് കാണുമ്പോ ആ മോൻ ഭയങ്കരമായിട്ട് കരയും. അപ്പൊ അമ്മ അടുത്ത വീട്ടിലൊരാളുടെ ഹെൽപ്പോട് കൂടി, കാരണം അച്ഛനില്ലല്ലോ അവിടെ, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഈ മോൻ ഈ കുട്ടിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അവളുടെ കയ്യില് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവള് കണ്ണ് തുറക്കും. പിന്നെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷം. അപ്പൊ ആ ഒരു ബ്രദർ സിസ്റ്റർ ആ ഒരു ബോണ്ടിങ് ഒക്കെ അതിനകത്ത് പറയും. എന്നിട്ട് പിന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇത് എല്ലാവരും ഹാപ്പി ആയിട്ട് ചായയും കുക്കീസും ഒക്കെ കഴിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻജോയ് ചെയ്യട്ടെ. അതാണ് ഞാൻ എഴുതിയത്. ഇനി അതാ സ്റ്റോറി എന്നുള്ള രീതിയിൽ. ഇനി നോവല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. കുറെ ചാപ്റ്റേഴ്സ് നമുക്കറിയാം. സാധാരണ ഒരു കഥയും ഒരു നോവലും തമ്മിലുള്ള വ്യത്യാസം അറിയാം. നോവല് കുറേ ഉണ്ടാകും. പ്രത്യേകിച്ച് മാഗസൈൻസിലൊക്കെ വരുന്ന നോവല് ഓരോരോ 10ഓ 12ഓ ഒക്കെ ചാപ്റ്റർ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചാപ്റ്റർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട്
നോവൽ എഴുതാം. അതിനകത്ത് ഞാൻ ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 ഇല്ലുസ്ട്രേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടുതൽ ബോധർ ചെയ്യണ്ട. 1-2 ഓരോ ചാപ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് 1-2 ഒക്കെ വെച്ചാൽ മതി. 3 വേണമെന്നില്ല. നെക്സ്റ്റ് ഡ്രാമ സ്റ്റോറി. ഡ്രാമ സ്ക്രിപ്റ്റ്. ഡ്രാമ സ്റ്റോറി അല്ല. ഡ്രാമ ഞാൻ ചെയ്തത്. ഡ്രാമയുടെ വ്യത്യാസം എന്താ? സാധാരണ ഒരു കഥയും നോവലും ഡ്രാമയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? കോൺവെർസേഷൻ പോലെ എഴുതേണ്ടി വരും. ഇല്ല, കോൺവെർസേഷൻ പോലെ. ഡ്രാമയ്ക്ക് പിക്ചർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡ്രാമയ്ക്ക് പിക്ചറിന്റെ ആവശ്യമില്ല. സീൻ 1 ഞാനിങ്ങനെ സീൻ ആ രീതിയിലായി അങ്ങനെയല്ലേ നാടകം എഴുതുന്നത് അല്ലെ? സീൻ 1 ടീനാസ് ഹോം. ടീനയുടെ വീട്, അതാണ് സീൻ 1 കാണിക്കുന്നത്. നമുക്കിതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാട്ടോ. ടീന അവളുടെ ഡോളുമായിട്ട് കളിക്കുകയായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയും, അപ്പൊ അവര് റീസെന്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. ആളുകളെ ഒന്നും പരിചയമില്ല. ടീന ഒറ്റ കുട്ടിയാണ്. അപ്പം അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. എവിടെ പോയി അവൾക്കൊന്ന് കളിക്കാൻ പറ്റുക? നമുക്ക് എവിടെയെങ്കിലും ഹാങ് ഔട്ട് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ടോ എന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ആരെയോ വിളിച്ചിങ്ങനെ ചോദിക്കുന്നു. അമ്മ ടീനയുടെ റൂമിലേക്ക് വരുന്നു. അപ്പൊ മദർ നമ്മൾ ഫുൾ കോളൻ ഇട്ടിട്ട് ഡിയർ വാട്ട് ആർ യു ഡൂയിങ് അങ്ങനെയുള്ള കോൺവെർസേഷൻ ടൈപ്പ് ആ രീതിയിലായിരിക്കണം ഡയലോഗ്സ് ഒക്കെ വരേണ്ടത്. അപ്പൊ അങ്ങനെ അവളോട് പറയുകയാണ്, നമുക്കിപ്പോ പുറത്തു പോകാം, വേഗം തന്നെ റെഡി ആയിക്കോളൂ എന്ന് പറയുന്നു. സീൻ 2 പാർക്കാണ് കാണിക്കുന്നത്. പാർക്ക്. അപ്പൊ പാർക്ക്, അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. ഒരു പ്രായമായ ഒരാൾ അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ടീന പാർക്കിലേക്ക് വന്നു അവളുടെ പാരന്റ്സുമായിട്ട്. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ലാഡർ ആൻഡ് സ്ലൈഡ് കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും പാരന്റ്സ് പറയാ, ഞങ്ങൾക്ക് കാണാവുന്ന ദൂരത്തേ പോകാൻ പാടുള്ളൂ, ഒത്തിരി ദൂരേക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞ് പാരന്റ്സ് അവിടെ ഒരു ബെഞ്ചില് ഇരിക്കും. ടീനെ കളിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ പാരന്റ്സ് തമ്മിൽ സംസാരിക്കുവാണ്. അവൾ അത്ര ഹാപ്പിയാണ്, നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ടീന മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ തുടങ്ങി. അവർ പെട്ടെന്ന് കമ്പനിയായി. അപ്പോ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ വയസ്സായ മനുഷ്യൻ ഭയങ്കരമായിട്ട് റെസ്ലെസ് ആയി. അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി കുട്ടികളുടെ ശബ്ദം കേട്ടിട്ട്. കുറച്ച് കഴിയുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, മിണ്ടാതിരിക്കാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തു. കുട്ടികൾക്ക് ഭയങ്കര വിഷമമായി. അവര് പിന്നെ കുറച്ച് ദൂരേക്ക് മാറി സൈലന്റ് ആയിട്ടിരുന്ന് കളിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴേക്കും ഇരുട്ടായി. എല്ലാരും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോകും. നെക്സ്റ്റ് സീൻ 3 ടീനയുടെ വീടാണ്. അവൾ ഇതിന് പറയുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നമുക്ക് ഇനിയും പോകണം. എന്നിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരം ഉറങ്ങാനായിട്ട് പോയി. പിന്നെ സീൻ 4 വീണ്ടും പാർക്ക്. ടീന വീണ്ടും പാരന്റ്സുമായിട്ട് പാർക്കിൽ വന്നു. അവിടെ അവളുടെ ഫ്രണ്ട്സ് കളിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഫ്രണ്ട്സ് ആയവരുണ്ടല്ലോ, അവർ കളിക്കുന്നുണ്ടായിരുന്നു. മറ്റേ മനുഷ്യൻ അവിടെ ഇരുന്ന് പ്രായമായ ആൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓടിപ്പോയി അയാളുടെ അടുത്ത് പോയി ചിരിച്ചിട്ട് വിഷ് ചെയ്തു. പക്ഷെ അയാൾ മൈൻഡ് ചെയ്തില്ല. അവൾക്ക് ഒത്തിരി വിഷമായി. എന്നാലും അവള് കുട്ടികളുമായിട്ടിരുന്ന് കളിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഇടിയും മിന്നലും തുടങ്ങി. ഭയങ്കരമായിട്ട് മഴ പെയ്തു. എല്ലാരും ഷെൽട്ടർ പോലെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്, അവിടെ പോയി നിന്നു. പക്ഷെ ഈ പെട്ടെന്ന് പെയ്ത മഴയായതാണ് ഈ പ്രായമായ ആള് അയാൾക്ക് കുട്ടികളെ പോലെ ചാടി എണീറ്റ് മൂവ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് അയാള് വീണു. അയാളെ വീഴുന്ന കണ്ടുകൊണ്ട് ടീനയും അവളുടെ ഫ്രണ്ട്സും ഓടി വന്നു അയാളെ പിടിച്ചു. എന്നിട്ട് എണീക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരു ഷെൽട്ടറിലേക്ക് കൊണ്ടുപോയി. ആരോ ഒരു ടവല് കൊണ്ട് കൊടുത്തു തുടയ്ക്കാനൊക്കെ ആയിട്ട്. പിന്നെ നല്ല ചൂട് ചായയും ആരോ കൊണ്ട് കൊടുത്തു. അയാൾക്ക് ഭയങ്കര വിഷമായി, കണ്ണൊക്കെ നിറഞ്ഞു. അയാൾ കുട്ടികളോട് താങ്ക്സ് പറഞ്ഞു, സോറി പറഞ്ഞു, ഗിൽറ്റി ഫീലിംഗ് വന്നു, സോറി പറഞ്ഞു, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് അയാളെ ചുട്ടിപ്പിടിച്ചു. എന്നിട്ട് എല്ലാരും ഹഗ് ചെയ്തു. അങ്ങനെ ഹാപ്പിയായി. അതായിരുന്നു ഞാൻ എഴുതിയ ഡ്രാമ സ്ക്രിപ്റ്റ്. ഓക്കെ, ഇത് കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ സീനൊക്കെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. നല്ല ഡ്രാമ സ്ക്രിപ്റ്റ് ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ പോവുകയാണെങ്കിൽ അവർ അത് ആനുവൽ ഡേക്കൊക്കെ സ്കിറ്റ് പോലെയൊക്കെ ചെയ്യും. ഇത് മലയാളത്തിലാണോ എഴുതണ്ടേ? ഇംഗ്ലീഷാണ്, എല്ലാം ഇംഗ്ലീഷിലാണ്. നമ്മുടെ മീഡിയം തന്നെ ഇംഗ്ലീഷാണ്. മൈം സ്ക്രിപ്റ്റ്. മൈം നിങ്ങൾക്കറിയാലോ, അതില് ഡയലോഗ്സ് ഇല്ല അല്ലെ, ആക്ഷൻ കൂടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഡ്രസ്സും എല്ലാം, പല്ല് പോലും പുറത്ത് കാണിക്കില്ല, ആ ഒരു രീതിയിലാണ് അല്ലെ. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മൈമിന് പറ്റിയ ഒരു സ്റ്റോറി, നല്ലൊരു മെസ്സേജ്
കൊടുക്കണം. അതായത് ആക്ഷനിലൂടെ കാണിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ മൈമില്. വാല്യൂബിൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതിയിരുന്നു. അതിന്റെ സിമിലർ ഒക്കെ കേട്ടിട്ടുണ്ടാകും. ഒരു കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നു അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ. അവർക്ക് അത്ര ഫിനാൻഷ്യലി ഒന്നും അവരത്ര സൗണ്ട് ഒന്നും വരുന്നില്ല, പുവർ ആയിരുന്നു. പക്ഷെ അവര് വളരെ പരസ്പരം സ്നേഹിച്ച് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു. ഇപ്പൊ കുട്ടിയുടെ ബർത്ത്ഡേ വരുവാണ് 2 ആഴ്ച കഴിയുമ്പോൾ, 2-3 ഡേയ്സ് കഴിയുമ്പോൾ ബർത്ത്ഡേ ആണ്. അപ്പൊ അവള് ഡിമാൻഡ് ചെയ്തത്, അവള് ഷോപ്പിൽ എവിടെയോ കണ്ട ഒരു ഡോളാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പാരന്റ്സിനോട് പറഞ്ഞു. പാരന്റ്സിന്റെ കയ്യില് അത്രയ്ക്ക് ക്യാഷ് ഉണ്ടായിരുന്നില്ല ആ ഒരു ഡോള് വാങ്ങാൻ രീതിയിൽ. അവളുടെ അച്ഛൻ പറഞ്ഞു വേറൊരു ദിവസം അത് വാങ്ങിച്ചു തരാം, ഇപ്പൊ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാം ഡോളിന് പകർന്നു. പക്ഷെ അവള് സമ്മതിച്ചില്ല, കേട്ടില്ല. അവള് വാശി പിടിച്ച് കരയാൻ തുടങ്ങി, ഡോള് തന്നെ വേണമെന്ന് പറഞ്ഞു. അമ്മയും അവളോട് പറഞ്ഞു ഡോള് പിന്നെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. പക്ഷെ അവള് വീണ്ടും, കൊച്ചുകുട്ടിയാണ്, അവള് വീണ്ടും കരയാൻ തുടങ്ങി. അവൾ അന്നത്തെ ദിവസം കരഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് ഉറങ്ങാനായിട്ട് ബെഡിലേക്ക് പോയി. പാരന്റ്സിന് ഭയങ്കര വിഷമായി. അമ്മ അച്ഛനോട് പറഞ്ഞു ഞാൻ എന്റെ പിഗ്ഗി ബാങ്ക് കോയിൻ ബോക്സില്ലേ അത് ബ്രേക്ക് ചെയ്യാം. അച്ഛൻ പറഞ്ഞു ഞാൻ എന്റെ വാച്ച് വിൽക്കാം ആർക്കെങ്കിലും. എന്നിട്ട് അങ്ങനെ അവരത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇതൊക്കെ കേൾക്കുമായിരുന്നു. അവൾക്ക് ഭയങ്കര വിഷമായി, ഗിൽറ്റിയായി. അവൾ ഓടി വന്നു പാരന്റ്സിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് സോറി പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹം അത് തന്നെയാണ് എന്റെ മോസ്റ്റ് വാല്യൂബിൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ മൈമിന് വേണ്ടി ഞാൻ എഴുതിയ ഒരു സ്റ്റോറി. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി റെക്കോർഡില്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം സയന്റിഫിക് നോളജിനെ കുറിച്ച് ഒന്നുകൂടെ പറയാമോ? അതെന്താ എഴുതിയെന്ന് മാം പറഞ്ഞത്? സ്റ്റോറി ദാറ്റ് ഗീവ് സയന്റിഫിക് നോളജ്. അത് നിങ്ങൾക്ക് ആ സ്റ്റോറി എവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഞാൻ എഴുതിയ സ്റ്റോറി എന്താന്ന് പറയാം. എക്സ്റേ കണ്ടുപിടിക്കാനുണ്ടായ ആ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ എഴുതിയത്. ഓക്കെ മാം. മിസ് ഈ നോവൽ എഴുതും നമ്മള് മിസ് പറഞ്ഞല്ലോ ഓരോ പാട്ടായിട്ട് എഴുതണം എന്നുള്ളത്. അതെ. അപ്പൊ അതെങ്ങനെയാണ് മിസ്, എങ്ങനെയാ അത് എഴുതണ്ടേ? ഒരു ഏകദേശം ഒരു ധാരണ പറഞ്ഞുതരും മിസ്. എങ്ങനെയാ കഥയുടെ ഒരു കൺസെപ്റ്റ് മനസ്സിൽ കൊണ്ടുവരണം. ആ കഥയെ നോവലായിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഒരു കഥ, ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ നടക്കുന്ന സംഭവമാണെങ്കിൽ അത് പല പല ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ എഴുതണം. ചിലപ്പോൾ ഒരു കുട്ടിയുടെ കുട്ടിക്കാലമായിരിക്കും, സ്കൂൾ കാലഘട്ടം, അല്ലെങ്കിൽ പിന്നെ അത് കഴിയുമ്പോൾ കോളേജ് കാലഘട്ടം അടുത്ത ചാപ്റ്ററായി, പിന്നെ അതിന് ജോലി കിട്ടുന്നത് അടുത്ത ചാപ്റ്ററായി. അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു വലിയ കഥയാണ് നോവലിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. 4-5 ചാപ്റ്റർ ആയിട്ട് എഴുതാം, 2-3 ചാപ്റ്റർ ആയിട്ട് എഴുതാം. ഓക്കെ. അപ്പൊ സാധാരണ ബാക്കി കഥകളൊക്കെ നമ്മൾ കുഞ്ഞായിട്ട് എഴുതും, ചിലപ്പോൾ ഒരു പാരഗ്രാഫിൽ തീരുമായിരിക്കും. പക്ഷെ നോവൽ നമുക്ക് ഇത്രയും നീണ്ടു പോകണം, കുറെ ഇൻസിഡൻസ് വരണം അതിനകത്ത്, കുറെ കാര്യങ്ങളൊക്കെ അതിൽ വരണം. ഇപ്പോ സ്കൂൾ കാലഘട്ടമാണെങ്കിൽ അത് തന്നെ നമുക്ക് 2 ചാപ്റ്റർ ആക്കാം. ചെറിയ കാലഘട്ടവും കുറച്ചും കൂടെ വലിയ കാലഘട്ടവും, പിന്നെ കോളേജില് വേറൊരു കാലഘട്ടമാക്കാം. അവിടെ സംഭവിക്കുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൂടി ചേർത്തിട്ട് വേറൊരു ചാപ്റ്റർ ആക്കാം. പിന്നെ ജോലിക്ക് ട്രൈ ചെയ്യുന്നത് വേറൊരു ചാപ്റ്റർ ആക്കാം. എനിക്ക് കഥ നിങ്ങൾക്ക് അതാണ് മനസ്സിലുള്ളതല്ല, അങ്ങനെ ഒരു തീം എന്തെങ്കിലും മനസ്സിൽ വന്നിട്ട് അതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതും. അപ്പൊ നമ്മൾ ഈ ഓരോ ചാപ്റ്ററിനും ഓരോ ഹെഡിങ് കൊടുക്കണ്ടേ? ഹെഡിങ് ഒന്നും വേണ്ട, നമ്മുടെ കഥയ്ക്ക് ഒറ്റ നോവൽ കണക്ട് ചെയ്ത് മതി. ഇപ്പൊ നമ്മള് നോവലൊക്കെ വായിക്കുമ്പോ അതിന്റെ അകത്ത് കണ്ടില്ലേ ഓരോ പാർട്ടിനും ഓരോ പേര് കൊടുത്തിട്ട് മേലെ എഴുതുന്നു, അങ്ങനെ വേണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നോവലിന് ഒറ്റൊരു പേര് മതി. ഇപ്പൊ നമ്മള് മലയാളത്തില് കുറെ നോവലുകൾ ഉണ്ടല്ലോ, 2-ാം പുഴം, മയ്യഴിപ്പുഴ, അങ്ങനെ 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 കുറെ ഉണ്ടല്ലോ, അങ്ങനെ സങ്കീർത്തനം പോലെ അങ്ങനെ കുറെ നോവൽസ് ഉണ്ടല്ലോ. അതിങ്ങനെ ഇങ്ങനെ ഓരോ അധ്യായം 1, അധ്യായം 2 അങ്ങനെയല്ലേ പോകുന്നത്. ആ രീതിയിൽ എഴുതിയാലും മതി. നമുക്കൊരു 3-4 ചാപ്റ്റേഴ്സ് ദാറ്റ്സ് ഇനഫ്. അതിൽ കൂടുതൽ നമുക്ക് എഴുതാൻ പറ്റുന്നവരെ എഴുതിക്കോളൂ. മിനിമം ഒരു 2 ചാപ്റ്റർ എങ്കിലും ഉണ്ടെങ്കിലും മതി, ഇനഫാണ്. കൂടുതൽ അത് നല്ല രീതിയിൽ നോവലാക്കി എഴുതാൻ പറ്റുന്നവരെ എഴുതിക്കോളൂ. ഇനി ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ടീമില് എഴുതാൻ കഥകൾ ഉണ്ട് കയ്യിലെങ്കിൽ അതും എഴുതാട്ടോ. അത് ഒരു കഥ എടുക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് പോകുന്നതായിട്ടല്ലേ എഴുതണ്ടേ? എങ്ങനെ, ഏതാണ്? ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഒരു സ്കൂൾ കാലഘട്ടമാണ്, അതിനുശേഷം കോളേജ്, കണ്ടിന്യൂസ് പോകുന്നതായിട്ട് എഴുതിയാൽ മതിയല്ലോ. ഒരു തീം പറഞ്ഞതേ ഉള്ളൂ, ഒരു കുട്ടിയുടെ ജീവിതം എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അതല്ലാതെ വേറെയും നമുക്ക് എഴുതാലോ. ഇതിപ്പോ
ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെ എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ കഥയുടെ ഒരു ത്രെഡ് കിട്ടുന്നത് അതിനെ ഒന്ന് നോവലാക്കി വെക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം, ജോലി അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറെ ചാപ്റ്റേഴ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ എഴുതി തുടങ്ങിക്കോളൂ. കാരണം നമ്മളിനി പാർട്ട് 3യിലേക്ക് കടക്കുവാണ്. പാർട്ട് 3 ഓൾമോസ്റ്റ് ഒരു പകുതിയിൽ കൂടുതലാകുമ്പോൾ പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങും. പ്രാക്ടിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വൈവ സ്റ്റാർട്ട് ചെയ്യും. വൈവയുടെ ടൈം ആകുമ്പോൾ നമ്മുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിരിക്കണം. വൈവ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിയറി എക്സാമിനെ കുറിച്ച് മാത്രം ഓർത്താൽ മതിയല്ലോ. വൈവ സമയമാകുമ്പോഴേക്കും നമ്മുടെ വർക്കുകൾ പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓരോ ദിവസം കുറേശ്ശെയായിട്ടൊക്കെ ചെയ്ത് ഈ റിപ്പോർട്ട് വർക്കുകളും തീർത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യുന്ന നേരത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. വൈവയിൽ ഇതൊക്കെ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത് എഴുതിയ റെക്കോർഡ്, അസൈൻമെന്റ്സ്, ചെയ്ത ആക്ടിവിറ്റീസ്, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അത്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും വൈവയിൽ ചോദിക്കുക. അത് വൈവയ്ക്ക് മുമ്പ് ഞാനൊരു ഇൻസ്ട്രക്ഷൻ തന്നോളാം. മാം, ഒരു ഡൗട്ട്. നമ്മുടെ 5th റെക്കോർഡിലെ അത് എഴുതാനുള്ള കുറെ നമ്മൾ ചെയ്യാത്തതല്ലേ, അപ്പം അത് പിന്നെ ചെയ്യും അങ്ങനല്ലേ? റെക്കോർഡിൽ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. 5th റെക്കോർഡിലെ നമുക്ക് ആ തന്നിരിക്കുന്ന പ്രിന്റിനകത്ത് കുറെ എണ്ണം നമ്മൾ ചെയ്തിട്ടില്ലല്ലോ മെറ്റീരിയല്. ഓക്കെ. നമുക്ക് എല്ലാ മെറ്റീരിയൽസും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതായത് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പർ, വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, പിങ്ക് ടവറിന്റെ റിപ്ലിക്ക. പിങ്ക് ടവർ ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്തതായിരിക്കില്ല നമ്മൾ ചെയ്തത്, ചിലർ ചെയ്തിട്ടുണ്ടാവും വുഡൻ ആണ്. പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് അത് കുഴപ്പമൊന്നുമില്ല. അതൊന്നും എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മളൊന്ന് ഫെമിലറൈസ് ചെയ്യണമെന്നേ ഉള്ളൂ, നമ്മളത് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കണ്ടോ ടീച്ചർ അതിന്റെ പിക്ചർ അയക്കില്ലേ? എഴുതി കഴിഞ്ഞിട്ടേ പിക്ചർ പ്രിന്റ് തൊട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഇപ്പൊ നമ്മളൊരു പേജില് പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർസും വന്നു. അപ്പൊ ആ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർസും മാത്രം ഒട്ടിച്ചാൽ മതിയല്ലോ. നമ്മൾ എഴുതി വന്നപ്പോ അതിൽ പിങ്ക് ടവർ വന്നു, ബ്രൗൺ സ്റ്റെയറും വന്നു. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പിങ്ക് ടവറിന്റെയും ബ്രൗൺ സ്റ്റെയറിന്റെയും പിക്ചർ ഒട്ടിച്ചാൽ മതിയല്ലോ. ആദ്യം കംപ്ലീറ്റ് എഴുതും, അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്ത് പിക്ചർ ഏത് വലിപ്പത്തിൽ വേണം എന്നൊക്കെ നോക്കിയിട്ട് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചാൽ മതി. ഒരു A4 ഷീറ്റിന്റെ വലിപ്പത്തില് 4 or 5 പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്ത് അത് പ്രിന്റ് എടുത്താൽ മതി. അല്ലാണ്ട് ഓരോ പിക്ചറും ഓരോ A4 ആക്കി പ്രിന്റ് എടുക്കണ്ട, നമുക്ക് നഷ്ടമായി പോകും. ഇത് 3 or 4 പേപ്പറിൽ നമ്മളുടെ എല്ലാ പിക്ചേഴ്സും നമുക്ക് അനതാക്കി പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. നിങ്ങൾ ക്ലിയർ ആയോ പറഞ്ഞത്? മാം, ഒരു ഡൗട്ടും കൂടെ. നമുക്ക് അസൈൻമെന്റ് ബുക്കിൽ എഴുതാൻ തന്നില്ലായിരുന്നു ഒരു എന്താണ് ഹെൽത്ത് എന്നും പറഞ്ഞു കൊണ്ടുവരണം ഒരാൾ. അത് എത്ര ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 10 എണ്ണം ചോദിക്കണോ ഒരാളുടെ അടുത്ത്? നമ്മൾ അയാളുടെ അടുത്ത് എന്താണ് ഹെൽത്ത് ചോദിക്കണ്ടല്ലോ. 10 ആളുകളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ചോദിച്ചു? 2 ക്വസ്റ്റ്യൻ. 10 പേരോടും 2 ക്വസ്റ്റ്യൻ 10 ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് കുഞ്ഞുങ്ങൾ തൊട്ടിട്ട് ഏജ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാനാണ് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, 2 ക്വസ്റ്റ്യനേ ആകെയുള്ളൂ. വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത്? അവരെ സംബന്ധിച്ച് ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഹെൽത്തി ആയിരിക്കാൻ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അവര് പറഞ്ഞ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഹെൽത്തിനൊരു ഡെഫിനേഷനും ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് വേണം എന്നുള്ള ഒരു മാറ്ററും കൂടെ എഴുതുക. ഇത്രയേ ഉള്ളൂ. അവര് എഴുതേണ്ടത് എന്താണ് ഹെൽത്ത് എന്നുള്ളതും ഹെൽത്തി ആയിരിക്കാനുള്ളതും എന്നുള്ളതൊക്കെ ആ അസൈൻമെന്റിന്റെ ബുക്ക് തന്നെയല്ലേ? A4 ഒന്നും എഴുതണ്ടല്ലോ. വേണ്ട. നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. 10 പേരെ മീറ്റ് ചെയ്ത് കളക്ട് ചെയ്ത ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇറ്റ്സ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, വേറൊന്നിനുമില്ല. സർവേ എന്നാ മിസ് സബ്മിറ്റ് ചെയ്യണ്ടേ? സർവേ സബ്മിറ്റ് ചെയ്യണ്ട. സർവേ റിപ്പോർട്ട് റെഡിയാക്കി കയ്യിൽ വെക്കണം. വൈവ ടൈമിൽ അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. റിപ്പോർട്ടാക്കി വെക്കണം. വൈവയുടെ ടൈമിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഈ ചെയ്ത വർക്കിന്റെ ബേസിലല്ലേ മിസ്സേ വൈവ എന്തായാലും ചോദിക്കുള്ളൂ?
ചെയ്ത വർക്കിന്റെ ബേസിലും ചെയ്ത അസൈൻമെന്റ്, ചെയ്ത റെക്കോർഡ് വർക്ക്, പിന്നെ ടീച്ചിങ് പ്രാക്ടീസ്, പിന്നെ പ്രാക്ടിക്കൽ സെഷൻ, നിങ്ങൾ ചെയ്ത പ്രാക്ടിക്കൽ സെഷനിലെ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ റിലേറ്റ് ചെയ്ത് ചോദിക്കും. പിന്നെ വൈവ സമയത്ത് എല്ലാം കംപ്ലീറ്റ് ആവണം. കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ തീരും പ്ലാൻ നമ്മളെ എക്സാമേ വൺ വേർഡ് മറ്റേ ടിക്ക് ചെയ്യല്ലേ ചെയ്യുന്ന എക്സാം, പ്രിസ്ക്രിപ്ഷൻ അല്ലല്ലോ. ടച്ച് ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ അതേ പാറ്റേൺ. ഓക്കെ. അതുകൊണ്ട് ഞാൻ പറയാം ടേം 1 ടേം 2 നിങ്ങൾ എഴുതുക. കാരണം അതേ പാറ്റേണിലാണ് മെയിൻ എക്സാം വരുന്നത്. വ്യത്യാസം സബ്ജക്ട് വൈസ് ആയിരിക്കും മെയിൻ എക്സാം. ഓക്കെ ഓക്കെ മൈൻഡ് ചെയ്യണോ? ടീച്ചർ ഒരു ഡൗട്ട് കൂടെ. ഈ നോവലിന്റെയും ഡ്രാമ സ്ക്രിപ്റ്റിന്റെയും ഒന്നും പിക്ചേഴ്സ് വേണ്ടല്ലോ, ജസ്റ്റ് എഴുതിയാ പോരെ? ഡ്രാമയുടെ പിക്ചർ വേണ്ട. നോവലൊക്കെ ഉണ്ടെങ്കിൽ ആകാം, ഇല്ലെങ്കിലും മൈം, നോവൽ, ഡ്രാമ പിക്ചർ ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ ഓക്കെ, നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ടീച്ചർ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ വാട്ട് ഈസ് മീൻ ബൈ ഹെൽത്ത് എന്ന് നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ട് പിന്നെ ആ രണ്ടെണ്ണത്തിന് നമ്മൾ റിപ്ലൈ എഴുതിയിട്ട് പിന്നെ ഓരോരുത്തർ പറഞ്ഞ് അവരുടെ ഏജും അവര് ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നതും, ചില ആൾക്കാർ ഹെൽത്തി അല്ലാണ്ട് അവര് എടുക്കുന്ന മെഡിസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയാൽ മതിയോ? അല്ല ഓരോന്നിലും വാട്ട് ഈസ് മീൻ ബൈ ഹെൽത്ത് എന്ന് ഇല്ല, കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്തു. അപ്പൊ ഹെൽത്ത് എന്നതുകൊണ്ട് എന്താണ് അവരുടെ ഒരു കൺസെപ്റ്റ്, അത് അവര് പറയുമല്ലോ. പറയുന്ന ഡേറ്റ കളക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ എഴുതുവാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ്. അല്ലാതെ അവർ അൺഹെൽത്തി ആണെന്നും അവർ മെഡിസിൻസ് എടുക്കുന്നൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ പേഴ്സണലൈസ് ചെയ്യേണ്ടത്. നമുക്ക് ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ എഴുതണം. ഈ പറഞ്ഞ ആളുകളുടെ ഡേറ്റ വസിച്ചിട്ട് നമ്മളൊരു ഡെഫിനേഷൻ എഴുതുകയാണ്. അതൊരു സെന്റൻസിലാകാം, ഒരു പാരഗ്രാഫിലാകാം, നോ പ്രോബ്ലം. ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സ്, ഈവൻ ദോ അവർ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ഏജ് ഗ്രൂപ്പ് സെപ്പറേറ്റ് എഴുതണ്ടെന്നാണോ മിസ് പറയുന്നത്? ജസ്റ്റ് നമ്മൾ റഫായിട്ട് കളക്ട് ചെയ്തിട്ട് ഡെഫിനിഷൻ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ ആ ഡെഫിനിഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. അതാണ് നമ്മുടെ ആക്ടിവിറ്റി. മീൻസ് നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തത് ആ ഒരു ഡേറ്റ കളക്ഷൻ ആണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഡെഫിനിഷനിലൊന്നും അത് വേണ്ട. അല്ലാതെ ഹെൽത്തി ആയിരിക്കാനായിട്ട് യൂത്ത് ഇതാണ്, ടീനേജ് ഇങ്ങനെയാണ്, അമ്മമാരിങ്ങനെയാണ്, പ്രായമായവരിങ്ങനെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതണ്ട. നമുക്ക് പോയിന്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്. അത് മാത്രം മതി. ഓരോ ഏജ് ഗ്രൂപ്പ് ഇങ്ങനെയാണ് അത് വേണ്ട. നമുക്ക് ഓവറോൾ ഒരു നമ്മുടെ ആ ഓവർവ്യൂ ആണ് നമ്മൾ എഴുതുന്നത്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.